ഹലോ ഫ്രണ്ട്സ്, ഞാൻ പ്രസാദ് ബ്രിസ്റ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ റെൻറ്റേഴ്സ് റൈറ്റ്സ് ബില്ലിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. റെൻറ്റേഴ്സ് റൈറ്റ്സ് ബില്ല് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് വന്നിരിക്കുകയാണ്. അത് മെയ് 1 തൊട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അത് ടെനൻസ് ആണെങ്കിലും ലാൻഡ് ലോഡ്സ് ആണെങ്കിലും രണ്ട് കൂട്ടർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ നിയമങ്ങളാണ് റെൻറ്റേഴ്സ് റൈറ്റ്സ് ബില്ല് വഴി വരുന്നത്. അതിൻ്റെ പേര് ഇട്ടിരിക്കുന്ന പോലെ തന്നെ റെൻറ്റ് ചെയ്യുന്നവർക്കുള്ള റൈറ്റ്സ് ആണ്. അത് ലോ ആയി. അപ്പോൾ അത് പ്രാബല്യത്തിൽ വരാൻ പോവാണ്. അതിലിപ്പോൾ പുതുതായിട്ട് വന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഗോത്രൂ ചെയ്യാം. ആദ്യമായിട്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ചെയ്യാൻ പാടില്ല. അതായത് ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ കാണാറുണ്ട്, ഗേൾസ് ഒള്ളി അല്ലെങ്കിൽ ബോയ്സ് ഒള്ളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് വ്യക്തമായിട്ട് അതിൻ്റെ റെൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ കാണിച്ചിരിക്കണം. അതിൽ കൂടി ഒരു റെൻ്റ് നമുക്ക് മേടിക്കാൻ അലൗഡ് അല്ല. അതുപോലെ നമ്മൾ ബെനിഫിറ്റിൽ താമസിക്കുന്നവരും പിള്ളേരുള്ള ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് വീട് കൊടുക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പെറ്റ്സ് അങ്ങനെ കൊടുക്കത്തില്ല. അതൊന്നും അലൗഡ് അല്ല. പെറ്റ്സ് ആയാലും അലവൻസ് മേടിക്കുന്നവരാണേലും അവർക്കെല്ലാവർക്കും വീട് നമ്മൾ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പുതിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഡേറ്റാ ബേസിൽ PRS എന്ന് പറഞ്ഞൊരു ഡേറ്റാ ബേസിൽ ലാൻഡ് ലോഡ്സ് അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് അതൊരു ആനുവൽ ഫീസ് ഉണ്ട്. ആ ഫീസ് കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പം അതൊരു നിയമമാണ്. പക്ഷെ അതിപ്പം അതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, PRS രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ മറ്റു കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓരോന്നായിട്ട് പറയാം കേട്ടോ. കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം വീടുകൾക്കൊരു പുതിയ ലിവിങ് സ്റ്റാൻഡേർഡ്, അതായത് ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ ആ ഒരു കണ്ടീഷനിൽ വീട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഡാമ്പും മോൾഡും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റീസണബിൾ ആയിട്ടുള്ള ടൈമിൽ നമ്മളത് റിസോൾവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഒരു റീസണബിൾ ആയിട്ടുള്ള അത് തീരുമാനിക്കുന്നത് കൗൺസിലായിരിക്കും. എങ്ങനെയാണ് ലിവിങ് സ്റ്റാൻഡേർഡ് ശരിയാണോ അല്ലയോ. അപ്പം അത് കൗൺസിലിന് ഉള്ള റൈറ്റ്സ് വരുന്നുണ്ട്. അതാണ് അടുത്ത ലോ, എൻഫോഴ്സ്മെൻറ്റ് ലോ ആണ്. അപ്പം കൗൺസിലുകൾക്ക് വീട്ടിൽ അപ്പോയിൻമെൻ്റ് എടുക്കാതെ ഏതെങ്കിലും വീട്ടിൽ കയറുകയും അത് ഇൻസ്പെക്ഷൻ ചെയ്യുകയും ലിവിങ് സ്റ്റാൻഡേർഡിന് പറ്റിയ വീടല്ലെങ്കിൽ അവർക്ക് അവരുടെ മുകളിൽ പെനാൽറ്റി ഇടുകയും ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പം ഇനി മുന്നോട്ട് വരുന്നത് മുഴുവൻ പെനാൽറ്റികളുടെ കാര്യങ്ങളായിരിക്കും. അവർ കൗൺസിലിന് അധികാരം കൊടുക്കുകയാണ്. ആ അധികാരം എനിക്ക് തോന്നുന്നു ഈ ഡിസംബറോട് കൂടിയാണ്. ഞാൻ നോക്കട്ടെ ഡേറ്റ്. ഡിസംബർ 27 അതായത് അടുത്ത മാസം തൊട്ട് എല്ലാ കൗൺസിലുകൾക്കും അധികാരമുണ്ട് ടെനൻറ്റഡ് പ്രോപ്പർട്ടിയിൽ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ വന്ന് ചെക്ക് ചെയ്യാനും, ലിവിങ് സ്റ്റാൻഡേർഡ് കറക്റ്റ് അല്ലെങ്കിൽ പേപ്പർ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ. പേപ്പർ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഗ്യാസ്, ഇലക്ട്രിസിറ്റി, പിന്നെ അങ്ങനെയുള്ള ഹെൽത്തിനെ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ സ്മോക്ക് അലാംസ് പറഞ്ഞ മനസ്സിലായി. അപ്പം ഫയർ അലാംസ്, സ്മോക്ക് അലാംസ്, അങ്ങനെയുള്ള ഹെൽത്ത് ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ലാൻഡ് ലോഡ്സിന് ഫൈൻ വരുന്നു. അത് 40,000 പൗണ്ട് വരെയാണ് ഫൈൻ വരുന്നത്. അത് ഈ ഡിസംബർ മാസം 27 തൊട്ടാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ കംപ്ലൈൻസ് ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കാൻ നോക്കുക. പിന്നെ വാറണ്ട് നോട്ടീസും ഇതെല്ലാം കൊടുക്കാനുള്ള അധികാരം കൗൺസിലിൽ വന്നിരിക്കുകയാണ് ഇപ്പം കേട്ടോ. അത് വേറൊരു കാര്യം. പിന്നെ ഇനിയുള്ളതിൻ്റെ അകത്ത് മെയിനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബോളിഷിങ് സെക്ഷൻ 21. അപ്പം നേരത്തെയൊക്കെ നമുക്ക് വീട് തിരിച്ചു വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സെക്ഷൻ 21 ഇഷ്യൂ ചെയ്യുക. സെക്ഷൻ 21 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ആ ഒരു വീട് ഒഴിഞ്ഞു തന്നേ മതിയാവുള്ളൂ. ഇപ്പോൾ ആ സെക്ഷൻ 21 എന്നുള്ള സംഭവം ഇല്ലാതാക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ടെനൻറ്റിനെ അവരെ പറഞ്ഞ് മാറ്റി വിടണമെങ്കിൽ സെക്ഷൻ 8 വഴിയേ പറ്റുള്ളൂ. സെക്ഷൻ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റ് തരാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മുടെ എഗ്രിമെൻറ്റിൽ എഴുതിയിരിക്കുന്നതിന് എതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവരെ ഇറക്കി വിടാൻ പറ്റുള്ളൂ. അല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ പണ്ട് ഒരു കള്ളാസ് കൊടുത്ത് ഇറക്കി വിടുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പല ലാൻഡ് ലോഡ്സ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ടെനൻസിനെ ഇറക്കി വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പം എൻ്റെ ടെനൻസ് അവിടെ അവരുടെ വീടുകളിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ഇത് ചില കാര്യങ്ങളിൽ ഇത് പോസിറ്റീവും ചില കാര്യങ്ങൾക്ക് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ബിസിനസ് ആസ്പെക്ട്സിലൂടെ നോക്കുന്ന ആൾക്കത് അതിൽ പ്രത്യേകിച്ച് വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പം അതാണ് മെയിൻ കാര്യം. പിന്നെ നമ്മൾ ഈ പീരിയോഡിക് ടെനൻസി എൻഡ് ചെയ്യുന്നു, അതൊരു ഇച്ചിരി വറിയിങ് ആയിട്ടുള്ളൊരു ആസ്പെക്ട്സ് ആണ്. അതായത് ഇനി തൊട്ട് നമ്മൾ 6 മാസത്തേക്ക് എഗ്രിമെൻ്റ് ഇടുന്നു, 12 മാസത്തേക്ക് എഗ്രിമെൻ്റ് ഇടുന്നു, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ആ എഗ്രിമെൻ്റ് തന്നെ മാറി അത് പീരിയോഡിക് ആവും. അതായത് ടെനൻറ്റിന് 2 മാസത്തെ നോട്ടീസ് കൊടുത്തിട്ട് നമുക്ക് ടെനൻസി എൻഡ് ചെയ്യാം. അപ്പം അല്ലാതെ അത് ബേസിക്കലി അഫക്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ലാൻഡ് ലോണിനായിരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അവർ ഈ നേരത്തെ തന്നെ ഈ സ്കൂളൊക്കെ തുടങ്ങാൻ സമയമുണ്ടല്ലോ, സെപ്റ്റംബർ മാസത്തിലൊക്കെ അവർ ഒരു സ്റ്റുഡൻറ്റ് കയറി വന്ന് താമസിച്ചു. അത് കഴിയുമ്പം അവന് ഒക്ടോബറിൽ അവന് 1 മാസം നോട്ടീസ് അല്ലെങ്കിൽ 2 മാസം നോട്ടീസ് കൊടുത്ത് പോവുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ലാൻഡ് ലോഡ്സ് പിന്നെ ആ സമയത്ത് ആ ഇയറിൽ നമുക്ക് വേറെ സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാനൊക്കെ പാടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അരിയേഴ്സ് ഇപ്പം 3 മാസത്തെ അരിയേഴ്സ് എന്നുള്ള ഇപ്പം നമുക്ക് സെക്ഷൻ 8 കൊടുക്കണമെങ്കിൽ തന്നെ 3 മാസത്തെ അരിയേഴ്സ് എന്നുള്ളത് അത് 4 മാസമാക്കി മാറ്റി. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിന് കൂടുതൽ അധികാരം കൊടുത്ത് ലാൻഡ് ലോഡ്സ് ഏതെങ്കിലും റഫ് ലാൻഡ് ലോഡ്സ്, നല്ല ലാൻഡ് ലോഡ്സ് അല്ല, റഫ് ലാൻഡ് ലോഡ്സ് ശരിയായ രീതിയിൽ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാത്ത അങ്ങനെയുള്ള ലാൻഡ് ലോഡ്സിന് ഫൈൻസ് കൂടുതലാണ്. ഇപ്പം 10,000-40,000 പൗണ്ടൊക്കെയാണ് ഫൈൻ വരുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ ഡിസംബർ തൊട്ടാണ് അത് സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ ഈ മെയ് 1-ാം തീയതി കഴിയുമ്പം നമ്മുടെ നിലവിലുള്ള ടെനൻസികൾ അത് പീരിയോഡിക്കായി മാറും. നമ്മളിപ്പോൾ 12 മാസത്തെയോ അല്ലെങ്കിൽ 1 വർഷത്തെയോ ഒക്കെ നമ്മൾ ടെനൻസി എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും അതെല്ലാം പീരിയോഡിക്കായിട്ട് ഓട്ടോമാറ്റിക്കലി മെയ് 1-ാം തീയതി തൊട്ട് മാറും കേട്ടോ. പിന്നെ സെക്ഷൻ 21 ഇല്ലാതാവും. പിന്നെ റെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു ഇതുണ്ട്, വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അതിന് പ്രത്യേക നോട്ടീസ് കൊടുക്കണം. സെക്ഷൻ 13 എന്ന് പറഞ്ഞ നോട്ടീസാണ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാ വായും കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റ് ഇൻക്രീസ് ആകത്തില്ല. സെക്ഷൻ 13 നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് റെൻറ്റ് ഇൻക്രീസ് പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഇത് ലാൻഡ് ലോണിനെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെ ഒത്തിരി പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. നമ്മൾ റഫ് ലാൻഡ് ലോഡ്സ്, അതായത് ഒരു കെയറും ഇല്ലാത്ത ലാൻഡ് ലോഡ്സിന് ഒക്കെയാണ് അതിൽ ബുദ്ധിമുട്ട് വരുന്നത്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പോകുന്ന ലാൻഡ് ലോഡ്സിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇത് കാണുന്നുള്ളൂ. അതായത് പീരിയോഡിക് ടെനൻസി, അതായത് നമ്മളൊരു ടെനൻറ്റിനെ താമസിപ്പിച്ചു 1 മാസത്തെ 2 മാസം നോട്ടീസ് കൊടുത്ത് അവൻ 6 മാസം താമസിക്കാതെ ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് മെയിൻലി കാണുന്നുള്ളൂ. വേറെ പറയത്തൊക്കെ നമ്മൾ പ്രോപ്പർ ആണെങ്കിൽ, നമ്മൾ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് കൗൺസിൽ വന്ന് നമുക്ക് പെനാൽറ്റി കൊടുക്കും. പല ലാൻഡ് ലോഡ്സും ഇപ്പം ഞാൻ ഒരു ടെനൻ്റ് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഡിപ്പോസിറ്റിൻ്റെ പേപ്പർ തരുന്നില്ല അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ആ ലാൻഡ് ലോണിനെ വിളിച്ചു, ഇവിടെയുള്ള ലാൻഡ് ലോഡല്ല, ആ ലാൻഡ് ലോണിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറയുക എൻ്റെ വീടല്ലേ എനിക്ക് സൗകര്യമുള്ള ചെയ്യാൻ പറ്റത്തില്ലേ. അപ്പോൾ എന്നിട്ട് പുള്ളി വളരെ ദേഷ്യപ്പെട്ടാണ് വെച്ചത്. പിന്നെ ഞാൻ ശാന്തമായ രീതിയിൽ ഇരുന്ന് പുള്ളീനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു, നിങ്ങൾ ഡിപ്പോസിറ്റ് ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ
തുക ഇത്രയാണ്, 4 ഇരട്ടി നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ വീടാണെന്ന് കരുതി നമുക്ക് ഗ്യാസ് സർട്ടിഫിക്കറ്റ് എടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാതിരിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. മെയിൻ്റെനൻസ് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ റൂൾസ് എല്ലാം നേരത്തെ തൊട്ട് ആ റൂൾസ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ആണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. നമുക്കിപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യത്തിലും എഗ്രിമെൻ്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻവെസ്റ്റിഗേറ്ററി റൈറ്റ്സ് കൗൺസിലിന് കിട്ടുന്ന ഡേറ്റ് ഡിസംബർ 27 ഒന്നുകൂടെ പറയുവാണ്. അപ്പോൾ 1 മെയ് തൊട്ട് ഇനി ഫിക്സ്ഡ് ടേം ടെനൻസി ഇല്ല, സെക്ഷൻ 21 ഇല്ല, അങ്ങനെ ഉള്ള സംഭവങ്ങൾ 1 മെയ് തൊട്ടില്ല. പിന്നെ PRSൻ്റെ ഡേറ്റാബേസ് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ലാൻഡ് ലോഡ്സ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത്. അത് ലേറ്റ് 2026 ആകുമ്പോഴേ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ നമ്മുടെ റെൻറ്റേഴ്സ് റൈറ്റ്സ് ബില്ലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ഇടുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ കമൻറ്റൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച് കേട്ടോ.